ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസുകളും സ്നേഹവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 60. ഗോപി ജനവസ്ത്ര അപഹരണം. ഭഗവാൻ കൃഷ്ണൻ ഗോപികളുടെ വസ്ത്രങ്ങൾ നദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപഹരിക്കാന്ന് വെച്ചാൽ അവർ അവരുടെ വസ്ത്രം കൊടുക്കാതെ കൊണ്ടുവന്ന് ഭഗവാൻ മരക്കൊമ്പിൽ കയറിപ്പോയി. അതാണ് അവർക്ക് വസ്ത്രം അവർ നോക്കുമ്പോൾ കാണത്തില്ല. ഭഗവാൻ അതൊരു രസം, അത്രയേ ഉള്ളൂ. അത് രസമല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാൻ. 1-2 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയത് കാർത്യായനീ മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമ. ഗോപികമാർ സദാ കൃഷ്ണനാമം ജപിക്കുകയോ അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുകയോ കീർത്തനം ആലപിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ? ദേവിയുടെ വിഗ്രഹം മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കി നദീതീരത്ത് അങ്ങനെ എപ്പോഴും ഈ ഗോപസ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഭഗവാന്റെ നാമവും ചൊല്ലിക്കൊണ്ടാണ് അവർ നദിയിലേക്ക് പോകുന്നത്. നദീതീരത്ത് എന്നിട്ട് കുളിച്ച് അതായത് സ്നാനമൊക്കെ ചെയ്ത് ദേവിയുടെ വിഗ്രഹമൊക്കെ ചാർത്തി പുഷ്പങ്ങളും മാലകളൊക്കെ എല്ലാം ഒരുക്കി ഭഗവാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട്. കൃഷ്ണനെ അവർക്ക് വേണം, കൃഷ്ണൻ എല്ലാവർക്കും വേണം. അതിനുവേണ്ടി ദേവിയെടുത്ത് ഭജിക്കുവാണ്. അതിനെ ദേവി അമ്മ അതിനെ കടാക്ഷിക്കണം. അതിന് അവരെപ്പോഴും സദാ മനസ്സെന്താ? കൃഷ്ണനിൽ ലീനമായിരുന്നു. നമുക്കും ചിന്തിക്കണം, നമുക്ക് എന്താണ് ആവശ്യം? ഈശ്വരനെ പ്രാപിപ്പാനാണോ? ഈശ്വര ദർശനം കിട്ടാനാണോ? അതാ ഈ ലോകത്തുള്ള നന്മകൾക്ക്, ഈ ലോക നന്മയ്ക്ക് വേണ്ടിയാണോ? അത് ലൗകികമായ സുഖത്തിനാണോ? എന്തിനായാലും നമുക്ക് അത്രമാത്രം ലീനമായി ഇരിക്കണം. ഏതിനായാലും ലൗകികത്തിനും ആത്മീയത്തിനും ആവശ്യമാണ്. കാര്യസാധ്യം നമുക്ക് എന്തിനു വേണമെങ്കിലും ഈ ഗോപികൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ നമ്മളും ചെയ്യണം. എപ്പോഴും സദാ എഴുന്നേൽക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലും കുളിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നിട്ട് അതിൽ ലീനമാകണം. അങ്ങനെയാണ് ഭഗവാൻ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നത്. ഭഗവാനും കൂടെ അതിനകത്ത് മനസ്സങ്ങോട്ട് ലയിക്കണം. ഈ ഭക്ത എനിക്ക് അത്ര ഇഷ്ടമാണ്, അത്രമാത്രം ഭഗവാൻ അറിയാതെ തന്നെ അതിൽ ലീനമായി ഇങ്ങോട്ടും വരും. നമ്മൾ എത്രമാത്രം ഭഗവാനെ അങ്ങോട്ട് സ്നേഹിച്ച് നമ്മൾ മനസ്സിൽ ഉള്ളിലാക്കുന്നു അതുപോലെ ഭഗവാനും അങ്ങനെ വരും. അപ്പോൾ ഒന്നാവും. അപ്പോഴാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ചോദിക്കുകയൊന്നും വേണ്ട. പിന്നെ ഭഗവാനെല്ലാം തന്നുകൊണ്ട് ഭാവന ചെയ്താൽ മതി. പിന്നെ ഒരു യഥാർത്ഥ ഭക്തനായി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് അത് ഈ ഗോപികൾ എങ്ങനെയാണ് അതുപോലെ നമ്മളും സദാ മനസ്സിൽ കൃഷ്ണനിൽ ലീനമായിരിക്കണം, ഭഗവാനിൽ. നമുക്ക് 3-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ഇതി മാസം ഉപാഹിത വ്രത തരളാക്ഷീർ അഭിവീക്ഷ്യതാ ഭവാൻ കരുണാ അമൃതുലോ നദീതടം സമയാസീൽ തത് അനുഗ്രഹേ ഇച്ഛയാ. ഇതി മാസം ഉപാഹിത വ്രത തരളാക്ഷീർ അഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃതുലോ നദീതടം സമയാസീൽ തത് അനുഗ്രഹേച്ഛയാ. ഇവിടെ ഭഗവാൻ ഇപ്രകാരം ഈ 1 മാസക്കാലം ഈ ഗോപികൾ ഈ കാർത്യായനി മന്ത്രം ഇങ്ങനെ കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമ എന്നുള്ള മന്ത്രം അവർ 1 മാസക്കാലം ആ ഗോപികമാർ ഈ മന്ത്രം ചൊല്ലി ദേവിയെ കാർത്യായനി ദേവിയെ നമസ്കരിച്ചു. എങ്ങനെയാ? കാർത്യായനി വ്രതം ഭക്തി പുരസ്സരം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ കണ്ടു. ദേവിയെ ഇത്രമാത്രം സ്നേഹിച്ചും ഭക്തിയോടും ബഹുമാനത്തോടും അത്രമാത്രം സ്നേഹത്തോട് മുടങ്ങാതെ, അതാ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെയാണോന്നൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു ദിവസം മുടങ്ങാതെ വലിയ കാര്യത്തെ എനിക്കും വേണം ഭക്തി എന്നും പറഞ്ഞ് ചെയ്യും. 3ൻ്റെ അന്ന് ദാ കിടക്കുന്നു പലരുടെ എനിക്കറിയാം. അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അത്രമാത്രം ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മുടങ്ങത്തില്ല. അതിന് മുൻഗണന കൊടുക്കുകയും ചെയ്യും. ഈശ്വരനോട് സ്നേഹമുള്ളവർ അങ്ങനെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ 2ാം
കാര്യം രണ്ടാം സ്ഥാനത്തേക്ക് വയ്ക്കും. ഒന്നാം സ്ഥാനം ഇത് കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാം സ്ഥാനം നമുക്ക് ഈ ലൗകികമായ മറ്റെന്തെങ്കിലും ഉള്ളു, വിശപ്പിനായാലും ജോലിക്കായാലും എല്ലാം. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെയാണ് മുൻനിർത്തേണ്ടത്. അതുകൊണ്ട് എന്നാലേ ഭഗവാൻ സ്നേഹിക്കൂ. കാരണം രണ്ടാം സ്ഥാനത്ത് ഭഗവാൻ ഇഷ്ടമല്ല. നമ്മളൊരു സഭയിൽ തന്നെ ഒരു പ്രധാനമായ ഒരു മഹാത്മാവ് വന്നിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്കെല്ലാം സൽക്കരിച്ച് പൂജിച്ച് ആഹാരങ്ങളെല്ലാം കൊണ്ട് ഈ മഹാത്മാനെ രണ്ടാമത് ക്ഷണിച്ചാൽ മഹാത്മാൻ്റെ മനസ്സിൽ ചിലപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകത്തില്ലായിരിക്കാം. പക്ഷേ ആ മനസ്സിന് നമ്മളോട് സ്നേഹം കാണത്തില്ല. ഒന്നാമത് തന്നെ ഭക്തിപൂർവ്വം ആ മഹാത്മാവിനെ എത്ര പാവപ്പെട്ടവനായാൽ പോലും അത് വിജ്ഞാനമുള്ളവനാണോ അതാണ് മഹാത്മാ. സാധു സജ്ജനം, ഒരു സജ്ജനത്തിനെ അത്രമാത്രം സ്നേഹിച്ച് നമ്മൾ മുന്നേ മഹാത്മാവിനെ അത്രമാത്രം ആദരിച്ച് നമ്മൾ ബഹുമാനിച്ച് ഇരുത്തിയില്ല എന്നുള്ള ആ മനസ്സിൽ ഈശ്വരകൃപ വരത്തില്ല. ഈശ്വരൻ അതിനകത്ത് ആ മഹാത്മാവിൽ ഉണ്ട്. അപ്പോൾ അത് പുറമേ നമുക്ക് വേണ്ടി അതിന് കൃപ ചൊരിയണമെങ്കിൽ നമ്മൾ അങ്ങനെ കാണിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ എന്താണ് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം. ഇവിടെ ഗോപികമാർ നമുക്ക് കാട്ടിത്തരുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ആരും അങ്ങനെയല്ല. പലരും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് വരുന്നത്, നമ്മുടെ ഭർത്താവാണ് വരുന്നത് കരുതി എണീക്കുമ്പോഴേ അവർക്ക് വേണ്ടുന്ന മുമ്പേ അങ്ങ് ഒരുക്കും. ഭഗവാൻ എന്നുള്ള ചിന്ത പോലും ഉള്ളിൽ കണ്ടില്ലെന്ന് വരും. അഥവാ പാതിരാത്രിക്ക് എണീറ്റ് വല്ലതൊക്കെ ചെയ്ത് കൊടുത്ത് വിടേണ്ടതാണെങ്കിൽ പോലും നമ്മൾ എഴുന്നേക്കും. ദൈവമേ, ഭൂമി ദേവിയെ തൊട്ടൊക്കെ തൊഴുത് നാരായണ കൃഷ്ണ എന്നൊക്കെ നമ്മൾ കുറച്ച് പ്രാർത്ഥനയോടുകൂടി ഒന്ന് എണീറ്റ് നോക്ക്. എന്നിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യ്. എന്നാൽ ആ മനസ്സിൽ ആ ഈശ്വരൻ്റെ നാമം തന്നെ മുമ്പേ വേണം. എന്നിട്ടേ നമുക്ക് അടുക്കളയിൽ മറ്റൊന്നും ചെയ്യാൻ പോകാവൂ. നമ്മൾ എണീക്കുമ്പോഴേ ഭഗവാനോടുള്ള ചിന്ത തന്നെ ഉള്ളിൽ വരണം. അതാണ് ഒന്നാം സ്ഥാനം. അല്ലാതെ എണീക്കും, അയ്യോ നീ അരടിപ്പെട്ടില്ല, കൊച്ചിന് എപ്പോൾ പോകും, ചമ്മന്തി അരച്ചില്ല, കറി വെച്ചില്ല, ദോശ ചുട്ടില്ല എന്നുള്ള പരിഭ്രമത്തിലാണ് എണീക്കുന്നത്. പരിഭ്രമം പിടിച്ച് അതല്ല വേണ്ടുന്നത്. നമ്മൾ അയ്യോ ഭഗവാനെ നാരായണ കൃഷ്ണ എന്നും നമ്മൾ എഴുന്നേറ്റ് നോക്ക്, മുൻഗണന ഭഗവാൻ കൊടുത്തു നോക്ക്. അതാണ് ഭക്തൻ. ഒരു ഭക്തൻ അങ്ങനെയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു മാസക്കാലം ഈ ഗോപികമാർ കാത്യായനീ വ്രതം ഭക്തി പുരസ്സരം അവർ എഴുതി നമ്മൾ ആദ്യം വായിച്ചവർ എഴുതിയേക്കുമ്പോൾ എന്താ നാമജപം ചെയ്തുകൊണ്ട് എണീറ്റ് പോകുന്നത്. അങ്ങനെയാണ് അവർ കുളിക്കാൻ സ്നാനം ചെയ്തൊക്കെ വേണ്ടെന്ന് ചെയ്യാൻ അവർ പോയത്. അപ്പോൾ ഭക്തി പുരസ്സരം അനുഷ്ഠിക്കുന്ന അത് കണ്ടപ്പോൾ ഭഗവാൻ എന്ത് കരുണാമയനായ നിന്തിവടി ആ ഗോപികമാർക്ക് വ്രതഫലം കൊടുക്കാൻ ആഗ്രഹിച്ചു. കാളന്തി തീരത്തേക്ക് എഴുന്നള്ളി. ഭഗവാൻ സഹിക്കത്തില്ല, പിന്നെ ഭഗവാനുടെ ഇരിക്കപ്പുറതിയില്ല. അത്രമാത്രം പ്രീതനായി ഭഗവാൻ, അത്രമാത്രം ആനന്ദമായി. എനിക്ക് എൻ്റെ ഗോപികമാരെന്നും പറഞ്ഞിട്ട് ഭഗവാനും അങ്ങനെ ആവേശത്തിലാണ് ഭഗവാനും പോകുന്നത്. എന്താ കാരണം? ഭഗവാൻ ഇരിക്കപ്പുറതിയില്ല. എൻ്റെ ഭക്തകൾ അവിടെ എന്നെ ക്ഷണിക്കുന്നു, എന്നെ അത്രമാത്രം അവർ ഉള്ളിലാക്കി കഴിഞ്ഞ് എനിക്കിവിടെ ഇരിക്കാൻ പറ്റാതെ എനിക്ക് അപ്പോൾ തന്നെ അവരോടൊപ്പം ചെല്ലണം, അവർക്ക് അനുഗ്രഹം കൊടുക്കണം, അവരെ പ്രത്യക്ഷമായിട്ട് അവർക്ക് കാണണം. ഇങ്ങനെ ഭഗവാൻ ചിന്തിച്ചു. അങ്ങനെ കാളന്തി തീരത്തേക്ക് ഭഗവാൻ എഴുന്നള്ളി. അതായത് ഗോപികകളുടെ വ്രതം ഒരു മാസക്കാലം കഴിഞ്ഞപ്പോൾ അവരിൽ പ്രീതി പൂണ്ട ഭഗവാൻ അവർക്ക് ദർശനം അവരളി. അപ്പോൾ ഭഗവാനും കൂടെ തോന്നണം നമ്മുടെ ഹൃദയം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോഴാണ് ഭഗവാൻ മനസ്സുപോലും ചിന്തിക്കുക. അത്രമാത്രം വെപ്രാളം ഭഗവാനും കാണും. എനിക്കിനി കൊടുത്തേ പറ്റൂ, ആ ഗോപികൾ എൻ്റെയാണവർ, എൻ്റെ ഗോപികളാണ് എന്ന് ഭഗവാനും ചിന്തിക്കും. എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റുന്ന. അപ്പോൾ ഒന്നാം സ്ഥാനം ഗോപികൾക്ക് തന്നെ ഭക്തന്മാർക്ക് കൊടുക്കും. നമ്മൾ ഒന്നാം സ്ഥാനം ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാൻ ഒന്നാം സ്ഥാനം നമ്മളെ കഴിഞ്ഞേ പിന്നെ ഒരു ഗോപികളെ കഴിഞ്ഞേ പിന്നെ ഉള്ളു, ഒരു ഭക്തനെ കഴിഞ്ഞേ പിന്നെ ഉള്ളു ഭഗവാന്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 4. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാം അവലോക്യ ലജ്ജിതാ. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാം അവലോക്യ ലജ്ജിതാ. ഈ ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? വ്രത അവസാനത്തിൽ ഭഗവാൻ അവർക്ക് ദർശനം അരുളിയ സമയം ഭഗവാൻ അവരെല്ലാം ചെന്ന് പ്രത്യക്ഷമായല്ലോ. അപ്പോൾ ആ വ്രതത്തിൻ്റെ അവസാന ദിവസമാണല്ലോ. ആ ഒരു മാസക്കാലം അങ്ങനെ ആയപ്പോഴാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. അപ്പോൾ വ്രത അവസാനത്തിൽ ഭഗവാൻ അവർക്ക് ദർശനം അരുളിയ സമയം ആ ഗോപികളെല്ലാം എന്ത് ചെയ്തു? തങ്ങളുടെ വസ്ത്രങ്ങൾ നദിയുടെ തീരത്ത് നദിക്കരയിൽ അഴിച്ചു വച്ചിട്ട് ജലത്തിലിറങ്ങി കുളിച്ചു.
സന്തോഷമുണ്ടല്ലോ അവർക്ക്, ഭഗവാൻ പ്രത്യക്ഷമായതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തത്? നന്നായി ജലത്തിലിറങ്ങി കുളിച്ചും കളിച്ചും രസിച്ചിരിക്കുകയായിരുന്നു. അത്ര സന്തോഷം അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം അവർ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞല്ലോ. ആ ആനന്ദത്തിൽ അവരങ്ങനെ നദിയിലിറങ്ങി വസ്ത്രമൊക്കെ കരയിൽ അഴിച്ചു വെച്ചിട്ട് നദിയിലിറങ്ങി കുളിച്ച് കളിച്ച് രസിച്ചിരിക്കുമ്പോൾ എന്ത് വന്നു? പെട്ടെന്ന് അവർ അങ്ങയെ മുന്നിൽ കണ്ടു. ഭഗവാൻ പെട്ടെന്ന് അവിടെ ചെന്നു. അവർ അറിയുന്നില്ല, അവർ ഇങ്ങനെ രസിച്ചും കളിച്ചും കുളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, കിടക്കുവാണ് ഈ നദിയിൽ. നീന്തിയും തുടിച്ചും കുളിച്ച് നന്നായി ആനന്ദിച്ച് തന്നെ ഇരിക്കുന്ന അത്രമാത്രം ഹൃദയത്തിൽ സന്തോഷമുണ്ട്. ഭഗവാൻ പ്രത്യക്ഷമായതല്ലേ. ആ ദിവസം ഒടുക്കം അവരിങ്ങനെ വ്രതാവസാന ദിവസം നന്നായി സന്തോഷിക്കുന്ന സമയത്ത് ഭഗവാനോടെ മുന്നിൽ പെട്ടെന്ന് അവിടെ വന്നു. അങ്ങനെ കണ്ടപ്പോൾ എന്തോ ചെയ്തു? ഒരു നാണിച്ചു പോയി. എന്താ കാരണം നാണിക്കാൻ? വസ്ത്രങ്ങളെല്ലാം കരക്കിരിക്കുകയല്ലേ, ഇവർ കുളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഭഗവാനോട് ഓർക്കാപ്പുറത്ത് വന്നതുമല്ലേ. അപ്പോൾ അവർ പെട്ടെന്ന് നാണിച്ചു പോയി. അതാണ് ഈ ശ്ലോകത്തിൽ. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.